പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ശ്വേതാ മേനോനെതിരായ കേസ് നടപടികൾക്ക് സ്റ്റേ, ഹൈക്കോടതിയുടേതാണ് ഇടക്കാല ഉത്തരവ്. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് വിജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ്. രേഷ്മ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. കാരണം ഈ ഒരു ഘട്ടത്തിൽ രേഷ്മ, നമുക്കറിയാം ശ്വേതാ മേനോനെതിരായ കേസ് നടപടികൾക്ക് ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുകയാണ്. ഇതൊരു ആശ്വാസ വാർത്തയാണ് ശ്വേതാ മേനോൻ ഈ ഒരു ഘട്ടത്തിൽ എന്ന് പറയേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട കോടതി നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ശ്വേതാ മേനോനെതിരായിട്ടുള്ള കേസിന്റെ തുടർ നടപടികളാണ് ഹൈക്കോടതി തടഞ്ഞിട്ടുള്ളത്. ഈ ശ്വേതാ മേനോന്റെ ഹർജി ഇനി പരിഗണിക്കുന്ന അന്ന് വരെയാണ് ഈ സ്റ്റേ അനുവദിച്ചിട്ടുള്ളത്. ഇടക്കാല ഉത്തരവിറക്കിയത് ജസ്റ്റിസ് വി ജി അരുണിന്റെ സിംഗിൾ ബെഞ്ചാണ്. CJM കോടതി നടപടിക്രമങ്ങൾ പാലിച്ചല്ല കേസെടുക്കാനായിട്ടുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതിയോട് നിലവിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഹൈക്കോടതി രജിസ്ട്രാർ മുഖേനയാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസും സെൻട്രൽ പോലീസും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകണം. പ്രധാനമായിട്ടും നടപടിക്രമങ്ങൾ പാലിച്ചാണോ ഇത്തരത്തിൽ കേസെടുക്കാനായിട്ടുള്ള നിർദ്ദേശം എറണാകുളം സെൻട്രൽ പോലീസിന് CJM കോടതി നൽകിയത്? ഇക്കാര്യത്തിലാണ് ഒരു വിശദമായിട്ടുള്ള വിശദീകരണം ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത്. എന്തായാലും രജിസ്ട്രിക്ക് ഇത് സംബന്ധിച്ച് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സെൻട്രൽ പോലീസും ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കേസെടുത്തത്, അതിന്റെ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നോ, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദാംശങ്ങൾ നൽകേണ്ടത്. പ്രധാനമായിട്ട് ഹൈക്കോടതി ഇന്ന് കൂടുതൽ കേസിന്റെ മെറിറ്റിലേക്കൊന്നും കടക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. മറിച്ച് ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ CJM കോടതിയുടെ മുന്നിലുള്ള കേസിന്റെ തുടർ നടപടികൾ തടയുന്നു എന്നാണ് ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ച് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത്. കേസിന്റെ മെറിറ്റിലേക്ക് താൻ കടക്കുന്നില്ല. ഒപ്പം തന്നെ സെൻട്രൽ പോലീസും മജിസ്ട്രേറ്റ് കോടതിയും വിശദീകരണം നൽകണം, അതായത് റിപ്പോർട്ട് നൽകണം. രജിസ്ട്രി മുഖേനയാണ് മജിസ്ട്രേറ്റ് കോടതി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. പ്രധാനമായിട്ടും ശ്വേതാ മേനോൻ ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കോടതി ഇത്തരത്തിലൊരു കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് അത് നിയമ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ്, നിയമത്തിന്റെ ദുരുപയോഗമാണ്. ഈ പറയുന്ന പരാതിക്കാരന് തന്നെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഗൂഢ ലക്ഷ്യമുണ്ട്. അതിന്മേലാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുത്തുകൊണ്ട് തനിക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സ്വകാര്യ അന്യായത്തിൽ പറയുന്ന എല്ലാ പരാതിയും അല്ലെങ്കിൽ എല്ലാ ആക്ഷേപങ്ങളും അടിസ്ഥാനരഹിതമാണ്. താൻ അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമകളൊക്കെ തന്നെ 3 സിനിമകളുടെ പേരിലാണ് ഇത്തരത്തിൽ ശ്വേതാ മേനോനെതിരെ കേസെടുത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നത്. ആ 3 സിനിമകളും സെൻസർ അനുമതി കിട്ടിയ സിനിമകളാണ്. ഒരു ചിത്രത്തിന് ഈ പാലേരി മാണിക്യം എന്ന് പറയുന്ന ചിത്രത്തിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും നേടിയിട്ടുണ്ട്. താൻ താരസംഘടനയായിട്ടുള്ള അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ്. ഈ ഘട്ടത്തിൽ ഒരു കേസ് വന്നത് തന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ആ സ്ഥാനാർത്ഥിത്വത്തിനെ കളങ്കപ്പെടുത്തുക അല്ലെങ്കിൽ അതിൽ താൻ വിജയിക്കരുത് എന്ന് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ ഒരു പരാതിക്ക് പിന്നിൽ തുടങ്ങിയ ആക്ഷേപങ്ങളായിരുന്നു ശ്വേതാ മേനോൻ ഉന്നയിച്ചത്. എന്തായാലും ഹൈക്കോടതി പരിഗണിച്ചത് ഈ നടപടിക്രമങ്ങൾ പാലിച്ചാണോ മജിസ്ട്രേറ്റ് കോടതി സെൻട്രൽ പോലീസിനോട് ഇത്തരത്തിൽ കേസെടുക്കാനായിട്ടുള്ള ഉത്തരവ് കൈമാറിയിരിക്കുന്നത്, അതിൽ വീഴ്ചകൾ ഉണ്ടായോ എന്നുള്ളതാണ്. പ്രഥമ ദൃഷ്ട്യാ ശ്വേതാ മേനോൻ ഹർജിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വാദങ്ങളും നിലനിൽക്കുമെന്നുള്ള നിരീക്ഷണം കൂടി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഒപ്പം തന്നെ മജിസ്ട്രേറ്റ് കോടതി നിയമ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നും ഹൈക്കോടതി വിലയിരുത്തി. തുടർന്നാണ് ഈ സ്റ്റേ ചെയ്യുന്ന ഒരു ഉത്തരവ് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അതായത് ഇനി ഈ കേസിന്റെ തുടർ നടപടികൾ ഹൈക്കോടതിയുടെ അന്തിമ ഉത്തരവിന് വിധേയമായിരിക്കും. അടുത്ത തവണ ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്ന സമയത്ത് സെൻട്രൽ പോലീസും അതോടൊപ്പം തന്നെ CJM കോടതി തങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യണം. ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ വിശദാംശങ്ങളിലേക്കും വാദങ്ങളിലേക്കും ഹൈക്കോടതി കടക്കുക. ദേവിക. ശ്വേതാ മേനോനെതിരായ കേസ് നടപടികൾക്ക് ഇപ്പോൾ സ്റ്റേ ഉണ്ടായിരിക്കുകയാണ്. ഹൈക്കോടതിയുടേതാണ് ഇടക്കാല ഉത്തരവ്. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. രേഷ്മ, അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ പോലീസിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്നത്. കാരണം മനഃപൂർവ്വം ഈ ഒരു സമയത്ത് അമ്മ താര സംഘടനാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുന്നു എന്നുള്ള ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ വളരെ ഗൂഢാലോചന പൂർവ്വം എടുത്തൊരു തീരുമാനം അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ കെട്ടിച്ചമച്ചൊരു കേസായിട്ട് തന്നെയായിരുന്നു ഇത് പുറത്തേക്ക് വന്നിരുന്നത്. പോലീസിൽ പോലും ഇത് ഏത് തരത്തിൽ ഈ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കവെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർണായക വിധി വരുന്നത്, അല്ലേ?
അതെ ദേവിക, അതായത് പോലീസിന് മറ്റൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. കാരണം CJM കോടതിയാണ് കേസ് എടുക്കണമെന്നുള്ള അതായത് പരാതി സ്വകാര്യ അന്യായം ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് കേസ് എടുക്കാനായിട്ടുള്ള നിർദ്ദേശം, അതിന്റെ ഉത്തരവിന്റെ പകർപ്പടക്കം സെൻട്രൽ പോലീസിന് കൈമാറിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ 30-ാം തീയതി എറണാകുളം സെൻട്രൽ പോലീസ് അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് ധനസമ്പാദനം നടത്തിയെന്നതിന്റെ പേരിൽ ശ്വേതാ മേനോനെതിരെ കേസെടുത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നു. അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പോലീസ് അത്തരത്തിലുള്ള ഒരു നടപടി ചെയ്തത് തെറ്റാണെന്നുള്ളതായിരുന്നു പൊതുസമൂഹത്തിൽ നിന്നടക്കം ഉയർന്നു വന്ന ഒരു ആരോപണം. ഇക്കാര്യത്തിൽ പോലീസ് ചെയ്തത് കോടതി പറഞ്ഞൊരു നടപടിക്രമമാണ്. പക്ഷേ ഈ കോടതി ഏത് വിധത്തിലാണ് സ്വകാര്യ അന്യായം ഫയലിൽ സ്വീകരിച്ചത്, അതിന്റെ അന്തസത്ത പരിശോധിച്ചിരുന്നോ, അതിന്റെ നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ചോദ്യചിഹ്നമായിട്ട് ഉണ്ടായിരുന്നത്. അത് ഹൈക്കോടതിയും ചോദിച്ചിരിക്കുകയാണ്. നിയമ നടപടിക്രമങ്ങൾ പാലിക്കാതെ എങ്ങനെയാണ് ഒരു CJM കോടതിക്ക് ഈ സ്വകാര്യ അന്യായം ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് കേസെടുക്കാനായിട്ട് നിർദ്ദേശം നൽകാൻ സാധിക്കുക? അതിന്റെ നടപടിക്രമങ്ങൾ ഏത് വിധത്തിലാണ് നടത്തിയത്, ഇക്കാര്യത്തിൽ വിശദീകരണം മജിസ്ട്രേറ്റ് തന്നെ നൽകണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ സ്റ്റേ അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഒരു വിശദമായിട്ടുള്ള ഒരു വാദത്തിലേക്കും റിപ്പോർട്ട് തേടിക്കൊണ്ടുള്ള നടപടിയിലേക്കും കടന്നിട്ടുള്ളത്. ശ്വേതാ മേനോനും പറഞ്ഞത് അക്കാര്യം തന്നെയാണ്. കാരണം ഈ കേസിന്റെ തുടർ നടപടികൾ തുടരുന്നത് തനിക്കെതിരായിട്ടുള്ള നീതി നിഷേധമായിട്ട് കണക്കാക്കേണ്ടി വരും. അതുമാത്രമല്ല, നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, മൗലികാവകാശമായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്, ജോലി ചെയ്ത് ജീവിക്കാനായിട്ടുള്ള തന്റെ സ്വാതന്ത്ര്യമുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു സിനിമ പുറത്തിറങ്ങുന്ന സമയത്ത്, പുറത്തിറങ്ങി വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു പരാതി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ആ പരാതി വന്നതാകട്ടെ താരസംഘടനയുടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ. ഇതിന് പിന്നിൽ ഗൂഢശക്തികൾ ഉണ്ട് എന്നുള്ള വാദഗതിയായിരുന്നു ശ്വേതാ മേനോൻ ഉന്നയിച്ചത്. അത് മാത്രമല്ല, ഈ കളിമണ്ണ്, പാലേരി മാണിക്യം, അതോടൊപ്പം തന്നെ രതി നിർവേദം, ഈ സിനിമകളൊക്കെ തന്നെ സെൻസർ ചെയ്താണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ ഒരു സിനിമകളുടെ മേൽ ഇത്തരം ഒരു ആക്ഷേപം ഉണ്ടായിരുന്നുവെങ്കിൽ സെൻസർ അനുമതി നിഷേധിക്കേണ്ടതായിരുന്നു. പക്ഷെ ആ ഘട്ടത്തിൽ ഒന്നും തന്നെ സെൻസർ അനുമതിക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. സർട്ടിഫിക്കറ്റോടുകൂടി ആ സിനിമകൾ പുറത്തു വന്നു. അതിൽ ഒരു സിനിമയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും നേടാൻ സാധിച്ചു. അതിനിടയിൽ വർഷങ്ങൾക്കിപ്പുറം ഒരു ആരോപണം ഉണ്ടാകുന്നു, സ്വകാര്യ അന്യായം ഫയൽ ചെയ്യപ്പെടുന്നു. അതിൽ CJM കോടതി കേസെടുക്കാനായിട്ട് പോലീസിന് നിർദ്ദേശം നൽകുന്നു, പോലീസ് കേസെടുക്കുന്നു. ഇതൊക്കെ തന്നെ ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടാണ് ശ്വേതാ മേനോൻ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. എന്തായാലും കോടതിക്ക് അത് പ്രഥമ ദൃഷ്ടിയ ആ വാദങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമെന്ന് വ്യക്തമായി. പ്രത്യേകിച്ച് ഇത്ര നാളുകൾക്ക് ശേഷം ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ അതിലൊരു കേസെടുക്കുക, അതിന്റെ തുടർ നടപടികൾ കൈക്കൊള്ളുക, അത് വിചിത്രമെന്നുള്ള ഒരു വീക്ഷണം ഹൈക്കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റ് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ, ഏത് വിധത്തിലാണ് ഈ കേസ് കൈകാര്യം ചെയ്തത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇനി രജിസ്ട്രി മുഖേനയാണ് ഈ പറയുന്ന CJM കോടതി അവരുടെ പ്രൊസീജിയർ, അതായത് നടപടിക്രമങ്ങൾ ഏത് വിധത്തിലായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അതിനിടയിൽ തന്നെ സെൻട്രൽ പോലീസും ഏതൊക്കെ വിധത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി, ഈ കോടതിയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശം വന്നതിന് തൊട്ട് പിന്നാലെ അന്വേഷണം നടത്താതെയാണോ ഇത്തരത്തിൽ കേസെടുത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് പോയത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ആ ചോദ്യങ്ങൾക്ക് വിശദമായിട്ടുള്ള ഉത്തരവും എറണാകുളം സെൻട്രൽ പോലീസും നൽകേണ്ടി വരും. എന്തായാലും ഹൈക്കോടതി ശ്വേതാ മേനോന് അനുകൂലമായിട്ടുള്ള ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അവരുടെ വാദങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് മൗലികാവകാശം ആയിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം അത് ഹനിക്കപ്പെടുക എന്ന് പറയുന്നത് തീർത്തും നിയമത്തിന്റെ അപജയമായിട്ടാണ് ഹൈക്കോടതി കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ, അതായത് ഹർജി വന്ന ഉടൻ തന്നെ ഈ സ്റ്റേ വേണമെന്നുള്ള ശ്വേതാ മേനോന്റെ ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഡബിംഗ് ആർട്ടിസ്റ്റും അഭിനേത്രിയും കൂടിയായ ഭാഗ്യലക്ഷ്മി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഭാഗ്യലക്ഷ്മി, ഈ ഒരു ഘട്ടത്തിൽ ശ്വേതാ മേനോന് ആശ്വാസകരമായ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ കേസ് നടപടികൾക്ക് കോടതി സ്റ്റേ നൽകിയിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വെരി ഗുഡ്. നല്ല ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിച്ചതും ഇത് തന്നെയാണ്. കാരണം ഒരാൾ കോടതിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്തവരെ ശിക്ഷിക്കാൻ വേണ്ടിയല്ലല്ലോ പോയിരുന്നു. ഒരു തെറ്റും ചെയ്യാതെ ഒരു സ്ത്രീ അവളുടെ ജോലി ചെയ്തതിന്റെ പേരിൽ അവളെ സമൂഹത്തിന് മുൻപിൽ നാറ്റിക്കുകയും അവളുടെ എല്ലാ രീതിയിലുള്ള ഇനിയുള്ള അവളുടെ തൊഴിലവസരങ്ങൾ പോലും ഇല്ലാതെയാക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് അവർ നടത്തി നോക്കിയത്. അതിന് കിട്ടിയ ഒരു നല്ല തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന്. ഒരുപാട് സന്തോഷമുണ്ട്. നല്ല ആത്മവിശ്വാസം ഉണ്ടാവട്ടെ അവർക്ക്. അവർ ഇനിയും അവരുടെ പോരാട്ടം തുടരുക തന്നെ വേണം.
ശരി, അതോടൊപ്പം തന്നെ ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ലല്ലോ. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അഭിനേത്രി എന്ന നിലയിൽ വളരെ മോശമായി അവർ ചിത്രീകരിക്കപ്പെട്ട കുറച്ച് മണിക്കൂറുകൾ കൂടിയായിരുന്നു ഇത് എന്ന് പറയുന്നത്. കാരണം ഒരു താരസംഘടനയുടെ തലപ്പത്തേക്ക് അവർ വരുന്നു എന്ന് കാണുമ്പോൾ മനഃപൂർവ്വമായി അല്ലെങ്കിൽ ഗൂഢാലോചനയിലൂടെ കെട്ടിച്ചമച്ച അടിസ്ഥാനരഹിതമായ ഒരു പരാതിയായി തന്നെ ഇതിനെ കാണാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും ഇത് കെട്ടിച്ചമച്ചത് തന്നെയാണ്. ഒരു സിനിമയിൽ ഇവിടെ നന്നായി ഓടി പുരസ്കാരങ്ങൾ നേടിയ സിനിമയാണ് അയാൾ കൊണ്ട് കോടതിയിൽ കൊടുത്തിരിക്കുന്ന സിനിമകൾ. ആ സിനിമകളിൽ പ്രവർത്തിച്ച പുരുഷന്മാർക്കോ സംവിധാനം ചെയ്തവർക്കോ ചിത്രീകരിച്ചവർക്കോ ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ അതിൽ അഭിനയിച്ച ഒരു പെണ്ണിനെതിരെയാണെങ്കിൽ അത് പെണ്ണിനെതിരെയാണ്, അതൊരു പെണ്ണിനെതിരെയാണ് അവർ നീങ്ങുന്നത്. അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതിനെതിരെ ശക്തമായി സ്ത്രീകൾ ഒരുമിച്ച് നിന്ന്, ഈ ശ്വേതയില്ല ഇനി ഏതൊരു സ്ത്രീക്കെതിരെയാണെങ്കിലും നമ്മൾ ഒന്നിച്ചു നിന്നേ പറ്റൂ. അതെ, ഒരു താരസംഘടനയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ വരുന്നത് സംഘടിതമായി എതിർക്കുന്നു എന്നതുകൂടി ഇതിലൂടെ വ്യക്തമാണല്ലേ? ഇത്രയും കാലം അതാണ് നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് ഇപ്പൊ വളരെ ക്ലിയർ ആയി. ഇതുവരെ നമുക്ക് സംശയമായിരുന്നു എന്തുകൊണ്ടാണ് അവിടെ സ്ത്രീകൾ വരാത്തത്. അപ്പൊ സ്ത്രീകളെ വരാൻ അനുവദിക്കാതെ അവിടെ കൈയടിച്ച് പാസ്സാക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ സ്ഥാനാർത്ഥികളായി അവർ തന്നെ തീരുമാനിക്കുക, എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ സ്ത്രീകളായിരിക്കും കമ്മിറ്റിയിൽ ഉണ്ടാകുന്നതെല്ലാം ഇത്തരക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന. അതായത് സ്ത്രീകളെ വളരാൻ വിടാത്ത, അതായത് പ്രസിഡന്റ് സെക്രട്ടറി ഒഴികെ ബാക്കിയുള്ള സ്ഥാനത്തൊക്കെ നിങ്ങൾ വേണമെങ്കിൽ നിന്നോളൂ. ഒരു ഔദാര്യം പോലെ അവർക്ക് അവരുടെ അവകാശം സംസാരിക്കാൻ പാടില്ല, ചോദ്യം ചെയ്യുന്നവരെ നോട്ടപ്പുള്ളികളാക്കുക, ഇതൊക്കെയല്ലേ നടന്നുകൊണ്ടിരുന്നത്. അതിനെതിരെ രണ്ട് സ്ത്രീകൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിറളി പിടിച്ചിട്ട് കൊടുത്ത കൊട്ടേഷനാണിത്. യെസ്, വളരെയധികം നന്ദി ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം പ്രതികരിച്ചതിന്. എന്തായാലും ശ്വേതാ മേനോൻ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ശ്വേതാ മേനോനെതിരായ കേസ് നടപടികൾക്ക് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവാണ്. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് വിജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ്. എന്തായാലും മറ്റ് റിപ്പോർട്ടുകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.